ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ നവമി ആൻഡ് നിർവേദ് വ്ളോഗ്സ്. അപ്പോൾ ഇന്നും ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ. ഞാനൊരു ഹെയർ കെയർ ടിപ്പായിട്ട് വരണമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് നടന്നില്ല. അവൾക്ക് പനി പിടിച്ചു. ചെറിയതായിട്ട് പനി, ചുമ, ജലദോഷം എൻ്റേത് പകർന്നു. എൻ്റെ ഭേദാവുന്നേ ഉള്ളൂ. സൗണ്ടൊക്കെ മാറി. ഫസ്റ്റ് വേദൂനായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും മുടിയൊക്കെ ആകെ ജഡ പിടിച്ച് കിടക്കായിരുന്നു കേട്ടോ. പനിയൊക്കെ അല്ലേ, അപ്പോൾ അവൾക്ക് വയ്യ. അപ്പോൾ മരുന്നൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ കുഴപ്പമില്ല എന്നപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാ വാ, മുടിയൊക്കെ ഒന്ന് വേറിട്ട് തരാം, നമുക്ക് കുറച്ച് ഹെയർ സ്റ്റൈൽസ് കാട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഈ കാണുന്ന ഹെയർ സ്റ്റൈൽസ് ഒന്നും പുതിയ ഹെയർ സ്റ്റൈലല്ല, എനിക്കറിയാവുന്ന ഹെയർ സ്റ്റൈലാണ്. ഇനി നിങ്ങൾക്ക് വല്ല ഹെയർ സ്റ്റൈൽ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. യൂട്യൂബിലൊക്കെ ഒരുപാടുണ്ട് നല്ല നല്ല ഹെയർ സ്റ്റൈൽ. പക്ഷേ എനിക്ക് ഇങ്ങനെ മുടി കെട്ടിക്കൊടുക്കാൻ അറിയില്ല. എനിക്ക് അറിയണ പോലെ ഞാൻ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് തന്നെ മുടിയൊക്കെ ഒന്ന് നന്നായി വേറെടുത്ത് കൊടുത്തു കേട്ടോ. അതിൻ്റെ സ്കൂളുള്ള ദിവസം തന്നെ രാത്രി, അതായത് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ മുടി നന്നായി കുളിക്കും കേട്ടോ. എണ്ണ തേച്ച് കുളിക്കും. കാരണം രാവിലെ കുളിക്കാറില്ലല്ലോ, അപ്പോൾ വൈകിട്ടാണ് കുളിക്കാറ് പതിവ്. അപ്പം ഞാൻ മുടി നന്നായി വേറെടുത്തിട്ട് ചീന്തി കൊടുക്കുകയാണ് കേട്ടോ. ആദ്യം നമ്മൾ മുടി നന്നായി വേറെടുത്ത് കൊടുക്കണം കുട്ടികളുടെ. അതിപ്പോൾ എപ്പോഴാണെങ്കിലും. എന്നിട്ട് നല്ലൊരു ചീർപ്പുണ്ട്. ശരിക്കും പല്ലകലുള്ള ചീർപ്പുണ്ടല്ലോ, അതാണ് കേട്ടോ നല്ലത്. എൻ്റെ കയ്യിൽ അതില്ല, ഉണ്ടായിരുന്നു, അതിപ്പോൾ കാണാനില്ല. അതുകൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ ബെറ്റർ. അപ്പോൾ മുടിയൊക്കെ നന്നായി വേറെടുത്ത് കൊടുക്കുക. അപ്പോൾ തന്നെ ഫുള്ള് ജടയൊക്കെ പോവും. ഈ വേറെടുത്തില്ലെങ്കിൽ, നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ വേറെടുത്തില്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. ജട ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. പിന്നെ ശരിക്കും അടിയിൽ നിന്ന് വേണം കേട്ടോ ഇങ്ങനെ വേറെടുത്ത് ചീന്തി ചീന്തി പോവാൻ. ഫസ്റ്റ് തന്നെ മേലേന്ന് എടുക്കരുത്. അപ്പോൾ അവൾക്ക് അത് വയ്യാത്ത ദിവസമായതുകൊണ്ട് തന്നെ ഞാൻ മെല്ലെയാണ് കേട്ടോ വേറെടുത്ത് കൊടുത്തായിരുന്നു. ഓൾറെഡി വകച്ചിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. സ്കൂളിലേക്ക് പോകുമ്പോൾ എപ്പോഴും 2 ഭാഗം പിന്നിട്ട് പോകുമ്പോൾ നടുവയച്ചിലാണ് അവൾക്ക് എടുക്കാറ്. പണ്ടൊക്കെ ഇങ്ങനെ ഓരോരുത്തർ സൈഡ് വയച്ചിലെടുക്കും. ഇപ്പോൾ ചിലവർ വയച്ചിൽ പോലും എടുക്കില്ല കേട്ടോ. ഫുള്ള് ഇങ്ങനെ വയച്ചിലെടുക്കാതെ മേപ്പെട്ട് ചീന്തല്ലേ ചെയ്യുക. ഞാനും അങ്ങനെയൊക്കെയാണ് കേട്ടോ. പണ്ടൊക്കെ എപ്പോഴും സൈഡ് വയച്ചിലൊക്കെയാണ് എടുത്തായിരുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ഹെയർ സ്റ്റൈൽ ഞാൻ ചെയ്യണത് എന്താ വെച്ചാൽ, സാധാരണ നമ്മൾ കുളിച്ച് പിന്നാന്ന് പറയും. ഇപ്പോഴത്തെ ഉള്ളവർ എന്താണെന്ന് പറയാമെന്ന് എനിക്കറിയില്ല. അതാണ് കേട്ടോ ഞാൻ എപ്പോഴും അവൾക്ക് ചെയ്ത് കൊടുക്കാറ്. സത്യം പറഞ്ഞാൽ അത് എളുപ്പമുള്ളൊരു സംഭവമാണ്. എങ്ങോട്ടെങ്കിലും പോകുമ്പോഴും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ മുടി പരത്തിയിടണം എന്നുള്ളവർക്ക് പരത്തിയിടാം. അതല്ല പരത്തിയിടണ്ട, മുടി ഇങ്ങനെ കെട്ടി വെക്കണം എന്നുള്ളവർക്ക് കെട്ടിവെച്ച് പോവാം. അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ പറയും ചിലവർ മുടി പരത്തിയിട്ടിട്ട് പോവരുത് എന്ന് കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയാം. മുടി എപ്പോഴും മടക്കി കെട്ടിയിട്ട് വേണം അമ്പലത്തേക്ക് പോവാം. മുടി പരത്തിയിട്ട് കഴിഞ്ഞാൽ എന്തോ നന്നല്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ മുടി ഇങ്ങനെ കുളിച്ച് പിന്നെ കേട്ടോ. അപ്പം ഞാൻ ഈ ട്രൈപോഡ് വെച്ച് ചെയ്തിട്ടേക്ക് ശീലമില്ലല്ലോ. അപ്പോൾ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അമ്മ അടുക്കളയിൽ പണിയിലുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ മുടി കുളിച്ച് പിന്നെ. അപ്പോൾ ആദ്യത്തെ എടുക്കുമ്പോഴൊന്നും ശരിയായില്ലേ. അപ്പോൾ ഞാൻ അവളോട് പറയായിരുന്നു, എടി എനിക്ക് പറ്റണില്ല ട്രൈപോഡ് വെച്ചിട്ട്. അവളാണ് പറയുക കേട്ടോ, ട്രൈപോഡ് വെച്ചിട്ട് ചെയ്യും അമ്മേന്ന്, അപ്പോൾ ശരിയാവുമെന്ന്. എനിക്കിപ്പോൾ ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടാണ് മനസ്സിലാവണത് ചില മുടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പക്ഷെ നമ്മളിപ്പോൾ ഈ പാർട്ടിക്ക് അങ്ങനെയൊന്നുമല്ലല്ലോ പോണത്. സാധാരണ നിങ്ങൾക്ക് വീഡിയോ കാട്ടാനായിട്ട് മുടി ഒന്ന് ജസ്റ്റ് എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് അറിയാവുന്ന ഹെയർ സ്റ്റൈൽ കാട്ടിത്തരാം. ഇങ്ങനെയൊക്കെ ചെയ്യണവരുണ്ടായിരിക്കും. ലോങ് ഹെയർ ഇങ്ങനെ കുളിച്ച് പിന്നണവരൊക്കെ ഉണ്ടായിരിക്കും. നന്നായി മുടഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടാക്കുക. പിന്നെ ചിലവരിങ്ങനെ ഈ 4 അങ്ങനെയൊക്കെ കുറേ ഉണ്ടല്ലോ മുടയൽ. അതൊന്നും എനിക്കറിയില്ല കേട്ടോ. എനിക്കിങ്ങനെ ഈ സാധാ കെട്ടൽ മാത്രമേ അറിയുള്ളൂ. ഒരു ഹെയർ സ്റ്റൈലും എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ അറിയില്ല. അപ്പം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പിന്നിട്ട് കൊടുത്തിട്ട്, നമ്മുടെ കുഞ്ഞി ക്രാബുകളുണ്ടല്ലോ, ഒരുപാട് ക്രാബ് വാങ്ങാൻ കിട്ടും കേട്ടോ. ഓൺലൈനിലാണെങ്കിലും കടയിലാണെങ്കിലൊക്കെ ഇതുപോലത്തെ ക്രാബ്സ് കിട്ടും. അത് അടിപൊളിയാണ് കുട്ടികളുടെ തലയിൽ. ഷോർട്ട്സ് ഹെയർ ഉള്ളവർക്കാണെങ്കിലും ലോങ് ഹെയർ ഉള്ളവർക്കാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും. അതിങ്ങനെ ബാക്കിൽ ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ കാണാം കേട്ടോ. നിങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ ചെയ്ത് നോക്കും. ഇങ്ങനത്തെ ഹെയർ സ്റ്റൈലൊക്കെ അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടൊക്കെ ചെയ്ത് നോക്കും. അപ്പോൾ മുടിക്കൊരു പ്രത്യേക ഭംഗിയായിരിക്കും കേട്ടോ. കുഞ്ഞ് അങ്ങനത്തെ ക്രാബ് ഉണ്ടാവുമല്ലോ. ഇവൾക്ക് ചില ക്രാബ്സ്, ഇതിലെ കുറച്ച് ക്രാബ്സൊക്കെ നമ്മുടെ ആന്ധ്രയിലുള്ള കുമാരിയൊക്കെ കൊടുത്തതാണ് കേട്ടോ. ചില ക്രാബൊക്കെ അവർക്ക് ഇവളുടെ മുടി കെട്ടിക്കൊടുക്കാൻ ഇഷ്ടമാണ്. ആൾ നല്ല ഹെയർ സ്റ്റൈലാണ് കേട്ടോ. അവൾക്ക് നന്നായി ഹെയർ സ്റ്റൈൽ നന്നായി ചെയ്യാറില്ല. എന്നെക്കാട്ടിൽ നന്നായി ചെയ്യും. അവരിങ്ങനെ പ്രത്യേകിച്ച് വേറെ മുടച്ചിലൊക്കെയാണ് ചെയ്യുക. എനിക്ക് അങ്ങനത്തെ ഒന്നും അറിയില്ല. എനിക്ക് സിമ്പിൾ മാത്രമേ അറിയുള്ളൂ കേട്ടോ. അപ്പോൾ എന്നോട് ചോദിക്കും. പിന്നെ യൂട്യൂബിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും കേട്ടോ, യൂട്യൂബിൽ ഇഷ്ടംമാതിരി ഹെയർ സ്റ്റൈലൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കിയിട്ട് ചെയ്തുകൂടെയെന്ന്. പക്ഷേ എനിക്ക് എത്ര നോക്കിയാലും പറ്റണില്ല. അപ്പോൾ അതിനെ ട്രൈ ചെയ്ത്, അപ്പോൾ ഞാൻ അതിൻ്റെ മുന്നോടിയായിട്ട് ഇങ്ങനെ ഓരോന്ന് ട്രൈ ചെയ്യാൻ കേട്ടോ. പറ്റാത്തതായിട്ട് നമുക്കൊന്നുമില്ലല്ലോ.
അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഫസ്റ്റത്തെ ഹെയർ സ്റ്റൈല്. മുടിയൊക്കെ നന്നായി വേറെടുത്തിട്ട് അവരുടെ തുമ്പ് വെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇങ്ങനെ ഇടുക. എന്നിട്ട് വേണമെങ്കിൽ അടിയിൽ വേണമെങ്കിൽ ക്ലിപ്പ് ഇട്ട് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഹെയർ സ്റ്റൈലാണ് കേട്ടോ. അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിന്നിട്ട് കൊടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ ഇങ്ങനെ കെട്ടിയല്ലോ, ക്ലിപ്പൊക്കെ ഇട്ട് കെട്ടിയിട്ട് നന്നായി പിന്നിട്ട് കൊടുക്കുക. എന്നിട്ട് അടിയിൽ ബണ്ണ് കെട്ടുക കേട്ടോ. അപ്പോൾ എന്നോട് വേറെയും കുറേ പേര് കമൻ്റ് ഇട്ടായിരുന്നു, ഇനി ഹെയർ കെയർ ചെയ്യുമോയെന്ന്. ഹെയർ കെയർ ചെയ്യാം, ഇന്ന് ചെയ്യണം വെച്ചിട്ട് തന്നെയായിരുന്നു കേട്ടോ. നല്ലൊരു ഹെയർ കെയർ പാക്ക് ഉണ്ട്, ഒരുവിധം എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും കേട്ടോ. അത് ഞാൻ എന്തായാലും നിങ്ങൾക്ക് കാട്ടിത്തരാം. പക്ഷേ ഇന്ന് ചെയ്യാൻ പറ്റാത്ത എന്താ വെച്ചാൽ അവൾക്ക് തലേദിവസം പനി വന്നു, ചെറുതായി ചുമ ജലദോഷമൊക്കെ വന്നു. അപ്പോൾ പിന്നെ എന്തായാലും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇനി അടുത്ത ആഴ്ച പറ്റിച്ച ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ദാ ഇങ്ങനെ ഒന്ന് ബണ്ണ് ഇട്ടിട്ട് മുറുക്കി കെട്ടി കൊടുക്കുക കേട്ടോ. മുടഞ്ഞിട്ടിട്ട് വേണമെങ്കിൽ അടി വരെ വേണമെങ്കിൽ ഇതാക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ഒന്ന് കെട്ടിക്കൊടുക്കുക. എന്നിട്ട് ഈ മുടഞ്ഞിട്ട് കഴിഞ്ഞിട്ട് മുടിക്ക് ഒരു വണ്ണം തോന്നിക്കാൻ ആ മുടഞ്ഞിട്ട ഭാഗത്തൊന്നിങ്ങനെ വലിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നല്ല ഇതായിരിക്കും. അപ്പോൾ നന്നായി നമുക്കൊരു ഉള്ളു പോലെ തോന്നിക്കും കേട്ടോ. പിന്നെ അവളുടെ മുടി ഇത്തിരി എണ്ണ തേച്ച കാരണം നമുക്ക് പിടിക്കാനൊരു ഇതുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഭയങ്കരമായിട്ട് എണ്ണ തേച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഷാമ്പു ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കേട്ടോ. പിന്നെ ഷാമ്പു ഇട്ടിട്ട് പരത്തി ഇടുക പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കൂടുതൽ മുടി ഇങ്ങനെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ അടുത്തൊരു ഹെയർ സ്റ്റൈൽ ഞാൻ എപ്പോഴും സ്ഥിരമായിട്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ മുടിയെല്ലാം കൂടിയിട്ട് ഇങ്ങനെ മേപ്പെട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മുടെ സ്ഥിരം ഇതെല്ലാവരും നമ്മളിപ്പോൾ ചിലപ്പോൾ പെട്ടെന്നൊക്കെ പുറത്ത് പോകണം, പെട്ടെന്ന് സിനിമയ്ക്ക് പോകണം, അല്ലെങ്കിൽ വേണ്ട ഹോസ്പിറ്റലിലേക്ക് പോകണം, പെട്ടെന്നൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ ഞാൻ സ്ഥിരമായിട്ട് ഇവൾക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. ഞങ്ങളിതിനെ പറയുക കുതിരവാല് എന്നാണ് കേട്ടോ. കുതിരവാല് കെട്ടിക്കൊടുക്കുക എന്നാണ് കേട്ടോ ഇതിന് ഞങ്ങൾ പറയണത്. നിങ്ങളെന്താ പറയണതെന്നൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. കുതിരവാല് കെട്ടുക എന്നാണ് പറയുക. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ കുറേ വട്ടം കെട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കുതിരവാല് കെട്ടിപ്പോവും അല്ല, നിങ്ങളെങ്ങനെയാണ് പറയുക അറിയില്ല കേട്ടോ. എനിക്ക് ഓരോരോ സ്ഥലത്ത് ഓരോരോ രീതിയായിരിക്കും. ഇപ്പോൾ പാലക്കാട് ജില്ലയിലുള്ള ആൾക്കാർ പറയുന്ന പോലെ ആവില്ല തിരുവനന്തപുരം ജില്ല, കൊല്ലം ജില്ല, കാസർഗോഡ് ജില്ല, മലപ്പുറം ജില്ല അല്ലേ, തൃശ്ശൂർ, അങ്ങനെ. അതുപോലെ തന്നെ ഓരോ ജില്ലയിലും ഓരോ തരമായിരിക്കും ഓരോരുത്തർ പറയുക. ഇപ്പോൾ ചിലവർ പറയും ഇതെന്താ ഇപ്പോൾ ഈ കുതിരവാല്, ഇതിനിപ്പോൾ അതാണോ പറയുകയെന്ന് ചോദിക്കും. അതെ, ഞങ്ങളങ്ങനെയാണ് പറയുക. നിങ്ങളെന്താ പറയുക വെച്ചാൽ അങ്ങനെ പറയും കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഇങ്ങനെ കെട്ടിയിട്ട് മുടിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വേറെടുത്തിട്ട് ഒരു ബണ്ണെടുത്തിട്ട് കെട്ടുക കേട്ടോ. ശരിക്കും കുറച്ച് മേപ്പെട്ടും കൂടി കെട്ടാം കേട്ടോ. അപ്പോൾ എനിക്ക് അവൾ ഇരിക്കണോണ്ട് അത്രയും ഇങ്ങോട്ട് കെട്ടാൻ പറ്റിയുള്ളൂ. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ പറഞ്ഞല്ലോ ട്രൈപോഡ് വെച്ചിട്ട് എനിക്ക് അത്ര അങ്ങോട്ട് ശീലമില്ല. ഇങ്ങനെ ഫ്രണ്ട് ക്യാമറയിൽ വെച്ചിട്ട് ഇങ്ങനെ ട്രൈപോഡ് വെച്ചിട്ട് നമ്മൾ സ്റ്റിക്ക് അവിടെ വെച്ചിട്ട് വീഡിയോ എടുക്കുക എന്നല്ലാതെ ഇങ്ങനെ പെട്ടെന്ന് മുടി കെട്ടിക്കൊടുക്കുക അങ്ങനത്തെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇതാണ് നമ്മുടെ കുതിരവാല് കെട്ടൽ. ഇത് എങ്ങനെയുണ്ട് എന്ന് പറയൂ കേട്ടോ. ഇത് നല്ല സുഖമാണ് കെട്ടാനും, പിന്നെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാൻ. ജീൻസൊക്കെ ഇടുമ്പോഴും അതുപോലെ തന്നെ നല്ലൊരു ക്രോപ്പ് ടോപ്പൊക്കെ ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഇങ്ങനെ ഡ്രസ്സ് ഇട്ടിട്ടും ഇങ്ങനെ കുതിരവാല കെട്ടിയിട്ട് പോയി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നല്ല അടിപൊളി ഹെയർ സ്റ്റൈലാണ് കേട്ടോ. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്ക് ഷോർട്ട് ഹെയർ ആണെങ്കിലും ലോങ് ഹെയർ ആണെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ എന്നെ കെട്ടിയിട്ട് പിന്നെ ഞങ്ങൾക്ക് ഇടയ്ക്ക് ചെയ്ത് കൊടുക്കാറുള്ളത് ഇങ്ങനെ അത് കെട്ടിയിട്ട് തന്നെ അതിൻ്റെ അടിയിൽ മുടഞ്ഞിടുക. ഇനിയിപ്പോൾ ഇങ്ങനെ കുതിരവാല് കെട്ടി പരത്തിയിടാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ മുടഞ്ഞിടാം. എന്നിട്ട് അതിൻ്റെ അടിയിൽ ഒരു റിബൺ കെട്ടി കൊടുക്കുക. ഇങ്ങനെ ഇവൾക്ക് ഇടയ്ക്ക് അവളുടെ മേമൊക്കെ കെട്ടി കൊടുക്കാറുണ്ട് കേട്ടോ ബാംഗ്ലൂരിലുള്ളപ്പോൾ. അങ്ങനെ ഞാനും ഇടയ്ക്ക് കെട്ടി കൊടുക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്നാൽ മുടി ജടയൊന്നും പിടിക്കില്ല. അപ്പോൾ ബൈക്കിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ, സ്കൂട്ടിയിലും ബൈക്കിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ കാറ്റത്ത് മുടി ഇങ്ങനെ കെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആകെ ജട പിടിക്കും. അപ്പോൾ ഇങ്ങനെ കെട്ടിപ്പോയാൽ ആ ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഇങ്ങനെയൊന്നും കെട്ടില്ല കേട്ടോ. ചിലവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഉറങ്ങുമ്പോൾ മുടഞ്ഞിടാറാണ് പതിവ് എന്ന്. അങ്ങനെ ഇടണവരങ്ങനെ ഇട്ടോളൂ, ചിലപ്പോൾ ജട പിടിക്കുന്നുണ്ടാവില്ല. ഞങ്ങൾ മേലേക്കാണ് കേട്ടോ കെട്ടുക. അമ്മച്ചിക്കെട്ട് പറയുമല്ലോ, അങ്ങനെ മേലേക്ക് കെട്ടിയിട്ടാണ് വെക്കുക കേട്ടോ. അപ്പോൾ ഒരു ഹെയർ സ്റ്റൈൽ ഇങ്ങനെയാണ് കേട്ടോ. അത് ശരിക്കും നല്ല ടൈറ്റിൽ പിന്നി കൊടുക്കണം കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ രീതിയിലേ അറിയുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ ചെയ്ത് കൊടുത്തു. പിന്നെ ലാസ്റ്റത്തെ ഒരു ഹെയർ സ്റ്റൈൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാം മുടിയും എല്ലാം കൂടി പിന്നിയിട്ട് മടക്കി കെട്ടുക. അതാണ് കേട്ടോ ലാസ്റ്റത്തെ ഹെയർ സ്റ്റൈൽ. അങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈൽ സുഖമാണ് കേട്ടോ. ഈ പനിയൊക്കെ വന്നിരിക്കുന്ന ടൈമിൽ അങ്ങനെ ചെയ്യാനാണ് സുഖം. എന്നാൽ മുടിയൊന്നും കെട്ടുപിടിക്കില്ല, സുഖമായി അവർക്ക് കിടക്കും ചെയ്യാം കേട്ടോ. പിന്നെ രാത്രിയിലത്തെ ഹെയർ സ്റ്റൈൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മുടി നന്നായി മേപ്പെട്ട് കെട്ടുക കേട്ടോ. അങ്ങനെ രാത്രിയിൽ കെട്ടിക്കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ് മുടിക്ക്. രാവിലെ എണീറ്റ് നോക്കുമ്പോൾ മുടിക്ക് അഴിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു ഉള്ളു തോന്നിക്കും. മുടി വളരുന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല.
അതുപോലെ തന്നെ നിങ്ങൾ ഈ മുടി രാത്രിയിൽ കുറച്ച് ഹെയർ കെയർ ഉണ്ട് കേട്ടോ, അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. ഇപ്പോൾ ഇനി അടുത്തൊരു ഹെയർ സ്റ്റൈൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതും ജീൻസിൻ്റെ ഒക്കെ കൂടെ ചെയ്യാൻ പറ്റിയൊരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ. ഇങ്ങനെ മടക്കി കെട്ടുക, ഇത് നല്ല ഭംഗിയാണ് കേട്ടോ. മുടി തോനുള്ളവർക്കൊക്കെ, ഈ കുറേ ഹെയർ ഉള്ളവരൊക്കെ ഇങ്ങനെ മടക്കി കെട്ടുമല്ലോ, പരത്തിയിട്ട് പോകണ്ടെന്ന് വിചാരിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് അടിയിൽ സ്ലൈഡ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മുടി നല്ല ഉള്ളു പോലെ തോന്നിക്കും ചെയ്യും, നല്ല വൃത്തിയിൽ കിടക്കും ചെയ്യും. വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെറിയ ക്രാപ്സൊക്കെ വേണമെങ്കിൽ അവിടെ വെക്കാം കേട്ടോ. ഞാൻ ക്രാപ്സ് ഒന്നും അവൾക്ക് ഇട്ട് കൊടുക്കാറില്ല, അപ്പം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം അങ്ങനെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. പിന്നെ അവൾക്ക് പനിയായി കാരണം ഒരു ക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ മുഖത്ത്. അപ്പോൾ അതാ ഇങ്ങനെ ഒരു ക്രാബ് കെട്ടിക്കൊടുത്തു. കുറച്ച് ബാക്കി വരുന്ന മുടി നിങ്ങൾക്ക് സ്ലൈഡ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും, മുടി കാണാൻ നല്ല രസമായിരിക്കും കേട്ടോ. അപ്പോൾ അതാണ് അടുത്ത ഹെയർ സ്റ്റൈല്. ഇനി ലാസ്റ്റ് ഹെയർ സ്റ്റൈലാണ് കേട്ടോ കാണാൻ പോകുന്നത്. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ജീൻസിൻ്റെ കൂടെ ഇട്ടാൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ ഹെയർ സ്റ്റൈലും കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ഹെയർ സ്റ്റൈലാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ ഇവൾക്ക് സ്ഥിരം ചെയ്ത് കൊടുക്കുന്ന ഹെയർ സ്റ്റൈലാണ്. നല്ല പെർഫെക്ഷൻ ഒന്നും ഉണ്ടാവില്ല, ഞാൻ ആദ്യം തന്നെ പറയുകയാണ്. സാധാരണ ഒരു അമ്മമാർ മക്കൾക്ക് മുടി കെട്ടുക്കുന്ന പോലെ എനിക്ക് മുടിയുടെ കാര്യത്തിൽ തീരെ അത്ര അറിവില്ല കേട്ടോ. എന്ന് വെച്ചാൽ മുടി കെട്ടേണ്ട കാര്യത്തിൽ എന്നാണ് പറഞ്ഞത്, മുടി നോക്കേണ്ട കാര്യത്തിലല്ല, കെട്ടേണ്ട കാര്യത്തിൽ. ലാസ്റ്റ് ഇതാ ഇങ്ങനെ നന്നായി ടൈറ്റായിട്ട് നമ്മൾ പിന്നിട്ട് കൊടുക്കുക. അത് പിന്നെ സേഫാണ്, നമുക്ക് മുടി അങ്ങോട്ടും പോവില്ല ഇങ്ങോട്ടും പോവില്ല കേട്ടോ. പിന്നിട്ടിട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ അടിയിലൊന്ന് ബണ്ണോണ്ട് കെട്ടാം, അതല്ലാന്നുണ്ടെങ്കിൽ അടി വരെ പിന്നിട്ട് കൊടുക്കുക, ഫുള്ള് പിന്നിട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ അങ്ങനെയാണ് അവൾക്ക് ചെയ്ത് കൊടുക്കാറ്. അപ്പോൾ പിന്നെ ഇങ്ങനെ അടി ഇങ്ങനെ ഇടണ്ടല്ലോ, അങ്ങനെ ഇടുമ്പോഴാണ് ചിലപ്പോൾ തുമ്പൊക്കെ പൊട്ടുക. അപ്പോൾ ഈ അടി വരെ പിന്നിട്ട് കൊടുത്തിട്ട് മടക്കി കെട്ടും കേട്ടോ. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ഇതൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കുന്ന സിമ്പിൾ ഹെയർ സ്റ്റൈലാണ്. പെർഫെക്ഷൻ ഒന്നും ഉണ്ടാവില്ല, ഇപ്പം തന്നെ പറയുകയാണ് കേട്ടോ. എനിക്കറിയുന്ന രീതിയിൽ മാത്രമാണ് ഞാൻ അവൾക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ എൻ്റെ മുടി അവളുടെ മുടി അല്ലാതെ വേറെ മുടികളൊന്നും ട്രൈ ചെയ്യുന്നില്ലല്ലോ. ഇവളുടെ മുടിയിൽ തന്നെ ശരിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് അടിപൊളിയായിരിക്കും. പക്ഷെ എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ സാധാരണ ഹെയർ സ്റ്റൈലൊക്കെ അവളതിൽ ട്രൈ ചെയ്യണം കേട്ടോ. ഇനി ഇങ്ങനെ യൂട്യൂബൊക്കെ നോക്കിയിട്ട് നമുക്ക് മെല്ലെ ട്രൈ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഞങ്ങൾ ചെയ്യുന്ന ഹെയർ സ്റ്റൈല്. നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇനി ഹെയർ കെയർ ടിപ്പായിട്ട് വരുന്നതായിരിക്കും.